മനുഷ്യ മനസാക്ഷിയെ ഞെട്ടിച്ച ഒരു സംഭവമാണ് നമ്മളിന്ന് പറയാൻ പോണത്. അതെന്തായാലും നമുക്ക് കഥയിലേക്ക് കിടക്കാം. ഒരു അച്ഛനും മകളും തമ്മിലുള്ള ഒരു ബന്ധത്തിൽ, ലൈംഗിക ബന്ധത്തിൻ്റെ ഒരു വലിയൊരു അവസാന തീക്ഷ്ണമായിട്ട് എന്തുണ്ടായി എന്നുള്ള അറിയാനായിട്ട് നിങ്ങൾ എന്തായാലും വീഡിയോ അവസാനം വരെ സിപ്പ് ചെയ്യാണ്ട് കണ്ടാൽ നിങ്ങൾക്കത് കൃത്യമായിട്ട് കാര്യങ്ങൾ മനസ്സിലാവും. എന്തായാലും നമുക്ക് കഥയിലേക്ക് കിടക്കാം. ഇത് തമിഴ്നാട്ടിൽ നടന്നൊരു സംഭവമാണ്. തമിഴ്നാട്ടിൽ എന്ന് പറഞ്ഞാൽ നമ്മുടെ ദൊരൈസ്വാമി എന്ന് പറഞ്ഞുള്ളൊരു 40 വയസ്സായുള്ള ഒരു വ്യക്തിയുണ്ട്. അദ്ദേഹത്തിൻ്റെ ഭാര്യ ഒരു 4-5 കൊല്ലം മുമ്പ് മരിച്ചുപോയി. പിന്നെ അദ്ദേഹത്തിനൊരു സുന്ദരിയായൊരു മകളുണ്ട്, ഹരിത. അപ്പോൾ അച്ഛനും മകളാണ് ആ വീട്ടിലെ താമസം. ഇദ്ദേഹം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവിടുത്തെ അടുത്തുള്ളൊരു സ്കൂളിലെ മാഷാണ്. അപ്പോൾ കാലത്ത് പോവും, വൈകിട്ട് വരും. മകളാണെന്ന് വെച്ചാൽ പഠിപ്പൊക്കെ കഴിഞ്ഞ് ടെസ്റ്റുകളും കാര്യങ്ങളൊക്കെ എഴുതിയിരിക്കുന്ന സമയമാണ്. ഈ മകള് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അമ്മ മരിച്ചതിന് ശേഷം മകളെ പൊന്നുപോലെയാണ് ദുരസ്വാമി നോക്കുന്നത്. മകൾക്ക് എന്ത് വേണോ അത് മേടിച്ചു കൊടുക്കും. മകൾക്ക് സെപ്പറേറ്റായിട്ട് മുകളിൽ ഒരു റൂം സെറ്റ് ചെയ്ത് അവിടെ AC വെച്ച്, അവിടെ TV വെച്ച്, കമ്പ്യൂട്ടർ വെച്ച്, എല്ലാ സൗകര്യങ്ങളും കൂടിയിട്ടുള്ളൊരു റൂം സെറ്റ് ചെയ്തിട്ടുണ്ട്. അത് അടിയിലത്തെ നിലയിലാണ് ദുരൈസ്വാമി താമസിക്കുന്നത്. അപ്പോൾ അമ്മയില്ലാത്ത മോളാന്ന് വിചാരിച്ചിട്ട് ഒരു കുറവില്ലാത്ത രീതിയിലാണ് മകളെ ഇദ്ദേഹം കാത്ത് സൂക്ഷിക്കുന്നത്. അങ്ങനെ മോൾക്കാന്ന് വെച്ചിട്ടുണ്ടെങ്കിലോ ഈ കാമം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പ്രായമായി കഴിഞ്ഞാൽ പെൺകുട്ടികൾക്ക് പിന്നെ അവരുടെ സിരകളിൽ ഓടുന്നത് മുഴുവൻ കാമമാണ്. അതിനവർ എന്തും ചെയ്യും, ഏത് അറ്റം വരെയും അവർ പോയിക്കൊണ്ടിരിക്കും. അതിന് ഉദാഹരണമാണ് ഈ കഥ. ദൊരൈസ്വാമി സ്കൂളിൽ പോയി കഴിഞ്ഞാൽ പിന്നെ വരുന്നത് 4 മണി 4:30 ആയിട്ടാണ് എത്തുക. അപ്പോൾ ഇവൾക്കാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു കാമുകനുണ്ട്. ആ കാമുകനെ അച്ഛൻ സ്കൂളിൽ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഉടനടി ആ കാമുകനെ വിളിക്കും. കാമുകനെ വിളിച്ചിട്ട് കാമുകനായിട്ട് പിന്നെ ഇവൾ ഈ റൂമിൽ ഉള്ള ഒരുമിച്ച് റൂമിലിരുന്നിട്ട് ദിവസം ഇതുപോലെ തന്നെ പരിപാടിയാണ്. അപ്പോൾ അച്ഛൻ വരുന്നതിൽ 1 മണിക്കൂർ മുമ്പൊക്കെയാണ് ഈ കാമുകനെ വീട്ടിൽ നിന്ന് പറഞ്ഞയക്കുക. അച്ഛനിത് അറിയില്ല. അച്ഛനാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മോൾ അതുപോലെ സ്നേഹിക്കുന്ന ഇങ്ങനെ കൊണ്ടു നടക്കണ്. അപ്പോൾ മോൾക്ക് ഇങ്ങനെ ഒരു ഇല്ലീഗൽ ബന്ധം ഉണ്ടെന്നുള്ളത് അച്ഛനറിയില്ല. അച്ഛന് അത് ശ്രദ്ധിക്കേണ്ട കാര്യമില്ലല്ലോ. മകൾ വരുമ്പോൾ അവർ ഭക്ഷണം വയ്ക്കുന്നു, കഴിക്കുന്നു. മോൾക്ക് വേണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവർ ഉച്ച കഴിഞ്ഞിട്ട് വൈകുന്നേരം ആകുമ്പോൾ മോളിയും കൊണ്ട് വേണമെങ്കിൽ മൂപ്പര് ഒരു നാടുകളൊക്കെ കാണാൻ പോകുന്നു, സിനിമ കാണാൻ പോകുന്നു. മോൾക്ക് സന്തോഷത്തിന് വേണ്ടി എന്തൊക്കെ ചെയ്യാൻ പറ്റുമോ അതൊക്കെ ചെയ്തിരിക്കുന്ന ഒരു അച്ഛനാണ്. അപ്പോൾ മോളിങ്ങനെ ഒരു ചതി ചെയ്യും, ഇങ്ങനെ ഒരു പ്രേമുണ്ട്, ഇങ്ങനെ ഒരു ചതിയാണ് എന്നുള്ളത് അറിയില്ല. അങ്ങനെ ഇരിക്കുന്ന സമയത്ത് ഒരു ദിവസം ഇതുപോലെ തന്നെ ഉച്ച നേരത്ത് ആ സ്കൂളിലെ ഒരു ടീച്ചർ പെട്ടെന്ന് മരിച്ചുപോയി. അപ്പോൾ ആ മരിച്ച കാരണം സ്കൂളിന് അവധി കൊടുത്തു. ആ അവധി കൊടുത്തപ്പോൾ ഉച്ചയ്ക്ക് ദൊരൈസ്വാമി വീട്ടിലേക്ക് വരിക. പെട്ടെന്ന് ഉച്ചയ്ക്ക് ദൊരൈസ്വാമി വീട്ടിൽ വന്നപ്പോൾ ഈ കാമുകനെ ഇവൾക്ക് പുറത്ത് വിടാനായിട്ട് പറ്റില്ല. കാമുകൻ പോകേണ്ട നേരം വരുന്നുള്ളൂ. അങ്ങനെ എന്താണെന്ന് വെച്ചാൽ കാമുകനെ ഇവള് ബാത്റൂമിൽ ഒളിപ്പിച്ചു. അച്ഛൻ വന്നു, അച്ഛന് ഭക്ഷണം കൊടുത്തു. അങ്ങനെ ഒരു വൈകുന്നേരമായപ്പോൾ എന്തുണ്ടായെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഭക്ഷണമൊക്കെ കഴിച്ച് അവളുടെ റൂമിലേക്ക് പോയി. ദൊരൈസ്വാമി ചോടുള്ള റൂമിൽ കുറച്ച് നേരം TV കണ്ടിട്ട് ദൊരൈസ്വാമി റൂമിൽ കിടന്ന് ഉറങ്ങി. കുറച്ച് കഴിയുമ്പോൾ എൻ്റെ മുകളിൽ നിന്ന് ശബ്ദം എന്തോ കേൾക്കണം. ശബ്ദം കേട്ടപ്പോഴുകൂടി നമ്മുടെ മകളുടെ റൂമിൽ നിന്നാണല്ലോ ശബ്ദം കേൾക്കുന്നത് വെച്ചിട്ട് ദൊരൈസ്വാമി ഇറങ്ങി. ദൊരൈസ്വാമിയുടെ റൂമിൽ നിന്ന് ഇറങ്ങി സ്റ്റെപ്പ് കയറിയിട്ട് മുകളിൽ പോയിട്ട് മോളുടെ റൂമിൽ നിന്ന് നോക്കിയപ്പോൾ പിന്നെ അതിൻ്റെ ഉള്ളിലുണ്ട് ഒരു പുരുഷൻ്റെ ശബ്ദം കേൾക്കണം. ഇത് കണ്ടപ്പോൾ ദൊരൈസ്വാമിക്ക് ആകെ സംശയമായി. ആരാണത്, എന്താണെന്ന് അറിയാൻ വേണ്ടിയിട്ട് വാതിൽ കൊട്ടോട് കൂടിയിട്ട് ഹരിത വാതിൽ പറഞ്ഞു. എന്താ വെച്ചാന്ന് ചോദിച്ചു. അപ്പോൾ പറഞ്ഞു, അതെ, നിൻ്റെ റൂമിൽ നിന്ന് ഞാനൊരു ശബ്ദം കേട്ടിട്ടാണ് വന്നത്. എന്താണ് ഇവിടെ ശബ്ദം കേട്ടത്, ആരാണ് നിൻ്റെ റൂമിലുള്ളതെന്ന് ചോദിച്ചു. ആരുമില്ല വെച്ചാൽ, ഞാൻ ഫോണിൽ സംസാരിക്കുകയാണെന്നേ. ഫോണിൽ സംസാരിച്ചോ, ശരി, സമ്മതിച്ചു. ഒരു ആണിൻ്റെ ശബ്ദം, അത് സ്പീക്കർ ഇട്ട കാരണം ആ ശബ്ദം കേട്ടതെന്ന് വെച്ചാൽ അതൊന്നല്ല, ഞാൻ കൃത്യമായി കേട്ടതെന്ന് ഇതിൻ്റെ ഉള്ളിൽ നിന്ന് ഒരു ആണിൻ്റെ ശബ്ദം ഞാൻ കേട്ടു. എനിക്ക് നിൻ്റെ റൂം പരിശോധിക്കുന്നു പറഞ്ഞു. റൂം പരിശോധിക്കുന്നു പറഞ്ഞപ്പോൾ ഇവിടെ ആകെ ഞെട്ടിപ്പോയി. വേഗം പോയി കട്ടിലിൻ്റെ അടിയിൽ നോക്കി, അലമാരിയിൽ നോക്കി, അവിടെ നോക്കി, ഇവിടെ നോക്കി, എല്ലാ റൂമിലും നോക്കി. പിന്നെ നോക്കാൻ ബാത്റൂം മാത്രമേ ബാക്കിയുള്ളൂ. ബാത്റൂം തുറന്നു നോക്കിയുള്ളൂ. ഇതിൻ്റെ ഒരു ചെറുപ്പക്കാരൻ. അച്ഛനങ്ങോട്ട് ദേഷ്യം വന്നു. ചെറുപ്പക്കാരനെ പിടിച്ചങ്ങോട്ട് 4 പെട്ട കൊടുത്തോടുകൂടി ചെറുപ്പക്കാർ ചാടി ഓടിപ്പോയി. അങ്ങനെ ഇവളോട് ചോദിച്ചു, നീ ചെയ്തത് ശരിയാണോ? നീ ചതിക്കല്ലേ ചെയ്തത്? നീ എന്താണ് നിൻ്റെ ഉദ്ദേശം? നീ ഈ നിലയ്ക്ക് ഒരു പയ്യനെ വിളിച്ച് കയറ്റുകയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഞാൻ നിന്നെ ഇങ്ങനെയൊന്നല്ല വിശ്വസിച്ചിരുന്നത്. അമ്മ മരിച്ചിട്ട് ഞാൻ പോലും നിന്നെ ഒരു കുറവും വരാണ്ട് നിന്നെ വളർത്തി. എന്നിട്ട് നീ എന്നോട് ചെയ്ത ചതിയല്ലേ ഇതെന്ന് ചോദിച്ചു. അവളൊന്നും മിണ്ടിയില്ല.
അവൾ നിശബ്ദമായിട്ട് അവിടെ ഇരുന്നു. അത് കഴിഞ്ഞപ്പോൾ ഇയാൾക്ക് ഭയങ്കര വിഷമമായി. ഇയാൾ എന്തിനാ വെച്ചിട്ടുണ്ടെങ്കിൽ ഈ കാര്യങ്ങളൊക്കെ ഇങ്ങനെ ഒരു കാര്യങ്ങൾ നടക്കുന്നത് ഇവിടെ അടുത്ത ആരെങ്കിലും അറിയുന്നുണ്ടോ എന്നുള്ളൊരു സംശയം കൂടി ഇയാൾക്ക് വന്നു. ആരും എന്നോടൊന്നും പറഞ്ഞില്ലല്ലോ എന്നുള്ളൊരു വിഷമമൊക്കെ ആൾക്ക് തോന്നി. അപ്പോൾ ഇവളോട് ചോദിച്ചു. ഇവള് പറഞ്ഞു കുറേ പിറ്റേ ദിവസം നോക്കിയപ്പോൾ ഇവള് അച്ഛനോട് വന്ന് കരഞ്ഞ് കാല് പിടിച്ചു, അച്ഛാ ഞാൻ ഇനി അങ്ങനെയൊന്നും ചെയ്യില്ല, ഞാൻ സ്നേഹിക്കുന്ന പുരുഷനാണ് അയാൾ, പക്ഷേ ഞാൻ ഇനി അങ്ങനെ അയാളെ കൊണ്ട് വിളിച്ചു കൊണ്ടുവരില്ല, കേൾക്കില്ല, എനിക്ക് യാതൊന്നും ഞാൻ ചെയ്യില്ല, അച്ഛന് വിഷമം തട്ടുന്ന യാതൊന്നും ഞാൻ ചെയ്യില്ല എന്നുള്ളത് അച്ഛനോട് കരഞ്ഞ് വീണ് അവൾ പറഞ്ഞു. അപ്പോൾ അച്ഛൻ വിശ്വസിച്ചു, ശരി എന്ന് പറയും. അച്ഛൻ പിന്നെ അന്വേഷണം തുടങ്ങി. അടുത്തുള്ള മൂപ്പരെ സുഹൃത്തിനോട് ചോദിച്ചു, എൻ്റെ വീട്ടിലേക്ക് ആരെങ്കിലും ഒരു ചെറുപ്പക്കാർ പോകുന്നതോ വരുന്നതോ നിങ്ങൾ കണ്ടിട്ടുണ്ടോ എന്ന് ചോദിച്ചു. അപ്പോൾ പറഞ്ഞു കുറച്ച് ആൾക്കാരോട് ചോദിച്ചപ്പോൾ അവർക്ക് അറിയില്ല. ഒരു വീട്ടിലാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അസുഖമായിട്ടിരിക്കുന്നൊരു വ്യക്തിയാണ്. അദ്ദേഹം കാലത്തൊട്ട് വൈകുന്നേരം വരെ ആ സിറ്റ് ഔട്ടിൽ ഇങ്ങനെ ഇരിക്കും, ആൾക്കാർ പോണതും വഴിയിൽ നിന്ന് പോണവരൊക്കെ കണ്ടുകൊണ്ട് ഇങ്ങനെ ഇരിക്കും. അപ്പോൾ അയാളോട് ചോദിച്ചപ്പോൾ അയാൾ പറഞ്ഞു, നിങ്ങളുടെ വീട്ടിലേക്ക് ഒരു ചെറുപ്പക്കാരനല്ല 2 ചെറുപ്പക്കാർ പോകുന്നുണ്ട്. ഒരു ചെറുപ്പക്കാരൻ വന്ന് പോയി ചിലപ്പോൾ 2 മണിക്കൂർ കഴിഞ്ഞിട്ട് വേറൊരു ചെറുപ്പക്കാരൻ വരുന്നത്. ആ ചെറുപ്പക്കാരൻ പിന്നെ പോണത് നിങ്ങൾ സ്കൂളിട്ട് വരുന്നതിലും മുമ്പായിട്ട് ചെറുപ്പക്കാരൻ പോണത്. 2 ചെറുപ്പക്കാർ അവിടെ വരുന്നുണ്ടെന്നുള്ള കാര്യം ഉറപ്പാന്ന് പറഞ്ഞു. ഇത് കേട്ടപ്പോൾ ഇയാൾ ആകെ ഞെട്ടിപ്പോയി. അച്ഛൻ എന്തായി കേൾക്കുന്നത്? 2 ചെറുപ്പക്കാരാണ്, നമ്മൾ ഒരു ചെറുപ്പക്കാരനെ കണ്ടത്, എൻ്റെ മകൾക്ക് 2 കാമുകന്മാരാണ് എന്നുള്ളത് ഇദ്ദേഹം മനസ്സിൽ ചിന്തിച്ചു. ഇദ്ദേഹം വിചാരിച്ചു, ഇനി കല്യാണം കഴിച്ചു കൊടുക്കാം. കല്യാണം കഴിച്ച് കൊടുത്തില്ലെങ്കിൽ വലിയ പ്രശ്നമായിട്ട് മാറും. നാട്ടിലുള്ള ബ്രോക്കർമാരോടും മറ്റുള്ള സ്ഥലങ്ങളിലൊക്കെ മാട്രിമോണിയിലൊക്കെ ഇവൾക്കൊരു കല്യാണം ആലോചിച്ചിട്ട്. അപ്പോൾ അച്ഛൻ വന്ന് ഇവളോട് ചോദിച്ചു, നീ ഒരു കാമുകനെയാണ് അന്ന് ഞാൻ കണ്ടത്, ഇവിടെ നീ 2 ചെറുപ്പക്കാരോട് വരുന്നുണ്ടെന്നുള്ളത് ഞാൻ അറിഞ്ഞു, അതാരാണ് മറ്റാളെന്ന് ചോദിച്ചു. അപ്പോൾ പറഞ്ഞു, അച്ഛൻ അത് വിഷമിക്കൊന്നും വേണ്ട, അത് ഒരാളെ മാത്രമേ ഞാൻ അതിൽ സ്നേഹിക്കുന്നുള്ളൂ, ഒരാൾ പിന്നെ ഞാൻ താൽക്കാലികമായിട്ട് സ്നേഹിക്കുന്നതാണ് എന്ന് പറഞ്ഞു. ഒരു ചമ്മലും അങ്ങനെ ഒരു വിഷമോ അല്ലെങ്കിൽ എന്താ നമ്മൾ ചെയ്യണത് എന്നൊന്നും ആ മകൾക്ക് യാതൊരു വിഷയവും ഇല്ല. ഇതാണ് ഈ കാലഘട്ടത്തിൻ്റെ ഒരു പോക്ക് നിങ്ങൾ നോക്കണേ. ഒരാളെ സ്റ്റെപ്പിനിയാക്കി വെച്ചിട്ട് ഒരാളെ സ്നേഹിക്കുന്നു, ഒരാളെ സ്റ്റെപ്പിനി അയാൾ പോകുമ്പോൾ അടുത്ത ആൾ പരിപാടിക്ക് വരുന്നു. അത് 2 പേരും ഇങ്ങനെ പരിപാടി ചെയ്യുന്നത് അച്ഛനോട് തുറന്നു പറയാനായിട്ട് ആ മകൾക്ക് യാതൊരു വിഷമവും ഇല്ല. അത് കഴിഞ്ഞ് അപ്പം അച്ഛന് മനസ്സിലായി, ഇനി എത്രയും പെട്ടെന്നുള്ള കല്യാണം കഴിച്ചയക്കാം, അല്ലാണ്ട് വേറെ ഒരു വഴിയും ഞാനിതിൽ കാണാനില്ല എന്ന് വിചാരിച്ചിട്ട് അച്ഛൻ കല്യാണത്തിന് വേണ്ടിയുള്ള എല്ലാ അന്വേഷണങ്ങളും കാര്യങ്ങളൊക്കെ അവൾക്ക് പറ്റിയൊരു ചെറുക്കനെ അന്വേഷിച്ച് തുടങ്ങി. അങ്ങനെ നിൽക്കുന്ന ഒരു ദിവസം ഇവളുടെ ഈ വീട്ടിൽ നിന്ന്, ദൊരൈസ്വാമിയുടെ വീട്ടിൽ നിന്ന് വലിയൊരു അലർച്ച കേട്ടിട്ടാണ് പരിസരവാസികളെല്ലാം ഓടി വരുന്നത്. ഓടി വരുമ്പോൾ എന്താണ് കാണുന്നത്? ദൊരൈസ്വാമിയുടെ റൂമിൽ ദൊരൈസ്വാമി മരിച്ചു കിടക്കുന്നു. തലേന്ന് ഇങ്ങനെ ചോര വാർന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ശരീരത്തിൽ കത്തി കൊണ്ട് കുത്തിയ കുറേ കുത്തുകളുണ്ട്. ആരോ ദൊരൈസ്വാമിനെ കൊന്നിരിക്കുന്നു. മകളാണ് ഓടിയിട്ട് കരയുന്നത്. അങ്ങനെ എല്ലാവരും വന്ന് ഈ കാഴ്ച കണ്ടോടുകൂടി എല്ലാവരും ഞെട്ടിപ്പോയി. എന്താ ഉണ്ടായെന്ന് അറിയാണ്ട് ഒരു പിടുത്തമില്ലാണ്ട് ആൾക്കാർ, അപ്പോഴേക്കും കുറേ ആൾക്കാർ പോലീസ് സ്റ്റേഷനിൽ ഫോൺ ചെയ്തു. അപ്പോഴേക്കും പോലീസുകാർ വന്ന് പരിശോധന തുടങ്ങി. നോക്കിയപ്പോൾ വളരെ മൃഗീയമായിട്ടാണ് ദൊരൈസ്വാമി മരിച്ചിരിക്കുന്നത്. അപ്പോൾ മകളോട് ചോദിച്ചപ്പോൾ ഒരു വീട്ടിലുള്ളവരോടുള്ള ചോദ്യം ആദ്യം തുടങ്ങുക. അടുത്തുള്ള വീട്ടുകാരോടൊക്കെ ചോദിച്ചു, നിങ്ങൾ ആരെങ്കിലും എന്തെങ്കിലും കണ്ടോ, എന്തെങ്കിലും ശബ്ദം കേൾക്കുക, എന്തെങ്കിലും ആരും ഒന്നും കേട്ടിട്ടില്ല, ഒന്നും കണ്ടിട്ടില്ല. ആരെങ്കിലും ഇവിടുന്ന് വീട്ടിൽ നിന്ന് ഓടി പോണത് കണ്ടോ, എന്തെങ്കിലുമൊക്കെ ചോദിച്ചു. ആരും ഒന്നും കണ്ടിട്ടില്ല. അങ്ങനെ എന്തുണ്ടായിന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവളോട് ചോദിച്ചപ്പോൾ പറഞ്ഞു, എനിക്കൊന്നും അറിയില്ല, ഞാൻ ഒരു ശബ്ദം കേട്ടിട്ടാണ് ഞാൻ ഇറങ്ങി വന്നപ്പോൾ ഒരാൾ മതിൽ ചാടി ഓടുന്നത് ഞാൻ കണ്ടു. ആ അതിലൊരു വടിയുണ്ട്, ഒരു ഇരുമ്പ് വടിയുണ്ട്. ആ വടി കൊണ്ട് എൻ്റെ അച്ഛനെ തലയ്ക്കടിച്ച് കൊന്നിട്ടാണ് അയാൾ പോയത് എന്ന് പറഞ്ഞു. ആളെ കണ്ടാൽ തിരിച്ചു പറയും, ഇല്ല. പോലീസിന് ഈ പറഞ്ഞത് വിശ്വാസയോഗ്യമായില്ല. കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അങ്ങനെ ഒരാൾ മതിൽ ചാടി പോകുന്നുണ്ടെങ്കിൽ അവിടെ ആരെങ്കിലുമൊക്കെ കാണാനും അതുപോലെ തന്നെ എന്തെങ്കിലുമൊക്കെ ഒരു സൂചന എന്തെങ്കിലുമൊക്കെ അവർക്ക് കിട്ടും. ഇവർ പരിശോധിച്ചപ്പോൾ അവിടെ അങ്ങനെ വേറൊരു ഫിംഗർ പ്രിൻറ്റോ മറ്റുള്ള തെളിവുകളോ ഒന്നും അവിടെ കാണാൻ കഴിഞ്ഞില്ല. അപ്പോൾ അതുകൊണ്ട് പോലീസ് ഇത് വിശ്വാസയോഗ്യമായിട്ടില്ല. അങ്ങനെ മകളെ ഹരിതന സ്റ്റേഷനിലേക്ക് കൊണ്ടുപോയിട്ട് അവിടുത്തെ സ്റ്റേഷനിലെ പോലീസുകാരികളുണ്ട്, അവർ വിശദമായി ഒന്നങ്ങോട്ട് 2 കൊടുത്തിട്ട് ചോദ്യം ചെയ്തു, നീ സത്യം പറയും എന്താണ്ടായി എന്നുള്ളത്. അപ്പോൾ അവൾ പറഞ്ഞത് വേറൊരു കഥ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അച്ഛൻ എന്നെ ലൈംഗികമായിട്ട് പീഡിപ്പിക്കാറുണ്ട്,
അച്ഛൻ പല ദിവസങ്ങളിലും രാത്രി ഞാൻ ഉറങ്ങിക്കഴിഞ്ഞാൽ അച്ഛൻ വരും. അച്ഛൻ വന്നിട്ട് എൻ്റെ മേലൊക്കെ തഴുകും, എൻ്റെ തുടയുമ്പോൾ തഴുകും, എൻ്റെ മുലയുമ്പോൾ പിടിക്കും. ഇതൊക്കെ പിടിച്ച് അച്ഛൻ അത് കഴിഞ്ഞിട്ട് അച്ഛൻ പോവും. എന്നെ ലൈംഗികപരമായിട്ട് ഉപയോഗിക്കാനായിട്ട് വരുന്നുണ്ടെന്ന് പറഞ്ഞു. ഇത് ഞാൻ ദിവസം എനിക്ക് അറിയാം. ഞാൻ ഉറങ്ങാമെന്നാണ് വിചാരിച്ചിട്ട് ഞാൻ കിടക്കുന്നത്. പക്ഷെ ഞാൻ ഉറങ്ങല്ലായിരുന്നു. അച്ഛൻ ഇതൊക്കെ ചെയ്തു പോണത് ഞാൻ ദിവസം മനസ്സിലാക്കുന്നുണ്ട്. അപ്പോൾ ഈ അച്ഛൻ ഇങ്ങനത്തെ ചെയ്യുന്നതിൽ എനിക്ക് വളരെ 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 എന്നെ ശാരീരികമായി ബുദ്ധിമുട്ടിക്കുന്നതിലും എന്നെ അങ്ങനെ ചെയ്യുന്നതിൽ എനിക്ക് ഒരുപാട് വിഷമങ്ങളും ബുദ്ധിമുട്ടുകളും ഉണ്ട്. അങ്ങനെ ഒരു ദിവസം അച്ഛനും ഞാനും തമ്മിൽ ഇതിനെപ്പറ്റി പറഞ്ഞ് അച്ഛൻ വന്ന് റൂമിൽ ചെയ്യുന്നതോട് കൂടിയിട്ട് ഞാൻ പൊട്ടിത്തെറിച്ചു. അച്ഛൻ എന്തായി കാണിക്കുന്നത്, അച്ഛനല്ല എന്നെ എങ്ങനെ ചെയ്യാൻ പാടുണ്ടോ എന്ന് പറഞ്ഞു. അപ്പോൾ പറഞ്ഞു, അച്ഛനും മോളും ചെയ്യുന്നതാണ്, പുറത്ത് ആരും അറിയില്ല, നമുക്ക് എനിക്ക് അച്ഛൻ വേറെ ഭാര്യയൊന്നുമില്ലല്ലോ, അപ്പം നീ എന്നെ എൻ്റെ ഭാര്യയായിട്ട് ഇവിടെ ഇരിക്കണം, നിന്നെ ഞാൻ വേറെ കല്യാണം കഴിച്ചു കൊടുക്കില്ല, നിന്നെ എനിക്ക് വേണം എന്ന് പറഞ്ഞിട്ട് എന്നെ കെട്ടിപ്പിടിച്ചു, എന്നെ സെക്സ് ചെയ്യാനായിട്ട് വളരെയധികം പ്രലോഭിച്ചു. അപ്പോൾ എനിക്ക് അച്ഛൻ്റെ കയ്യിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടിയിട്ട് ഞാൻ എന്തുണ്ടായിരുന്നു, ഞാൻ ഒരു ഇരുമ്പ് പൊടി ഇവിടെ കൊണ്ടുവച്ചിട്ടുണ്ടായിരുന്നു. എനിക്ക് ദേഷ്യം വന്നു. ഞാൻ ഇരുമ്പോടി എടുത്ത് അച്ഛനെ അടിച്ചു. അച്ഛനെ കുറേ അടിച്ചിട്ട് അച്ഛനെ ലാസ്റ്റ് അച്ഛൻ്റെ മുറിയിൽ ഞാൻ കൊണ്ടുവന്ന് ഇട്ടു എന്ന് പറഞ്ഞു. അപ്പോൾ പറഞ്ഞു, പോലീസ് പറഞ്ഞു ഞങ്ങൾക്ക് അതും വിശ്വാസയോഗ്യമല്ല. കാരണം പോലീസ് പുറത്തൊക്കെ അന്വേഷിച്ചിട്ടുണ്ടായിരുന്നു. സ്കൂളിൽ അന്വേഷിച്ചു, ടീച്ചർമാരോട് അന്വേഷിച്ചു, അടുത്തുള്ള സ്ത്രീകളോട് അന്വേഷിച്ചു. എന്തെങ്കിലും റോങ് ആയിട്ട് സ്ത്രീകളായിട്ട് വല്ല ബന്ധം ഈ ദൊരസ്വാമിക്ക് ഉണ്ടോ എന്നുള്ളത്. അവരൊക്കെ പറഞ്ഞത് ദൊരസ്വാമി വളരെ ഡീസൻ്റാണ്, അത്ര നല്ല മനുഷ്യനാണ്, അങ്ങനെ ഒരു സ്ത്രീകളായിട്ട് ഒരു ബന്ധമില്ലാത്തൊരു വ്യക്തിയാണ് അദ്ദേഹം. സ്ത്രീകളെ മുഖത്ത് പോലും നോക്കില്ല, അങ്ങനത്തെ ഒരാളാണ് അദ്ദേഹം എന്ന് പറഞ്ഞിട്ടുള്ള റിപ്പോർട്ട് പോലീസിന് കിട്ടിയിട്ടുണ്ട്. പോലീസ് പറഞ്ഞു, നീ പറയുന്ന റിപ്പോർട്ട്, നീ പറയുന്ന ഈ സ്റ്റേറ്റ്മെൻറ്റ് നുണയാണ്. നീ ആദ്യം ഒരു സ്റ്റേറ്റ്മെൻറ്റ് പറഞ്ഞു, ഒരാൾ വന്ന് അച്ഛനെ തല്ലി കൊന്ന് ഓടിപ്പോണ് കണ്ടു എന്ന് പറഞ്ഞ് വടിയായിട്ട്. ഇപ്പം നീ പറയണ് നീയാണിത് ചെയ്തതെന്ന്. പക്ഷേ ഈ ഇരുമ്പ് വടിയിൽ നിൻ്റെ ഫിംഗർ പ്രിൻറ്റ് മാത്രമുള്ളൂ, വേറെ ആരും ഫിംഗർ പ്രിൻ്റ് ഇല്ല. എന്നിട്ട് നീ പറയണ മുകളിൽ തല്ലി അടിച്ച് കൊന്നിട്ട് ചോട്ടിൽ കൊണ്ടിട്ടിട്ട് നീ വീണ്ടും ഒരാളെ അച്ഛനെ കൊന്നിട്ട് അവിടെ നിന്ന് ചോട്ടിൽ കൊണ്ടിടാനും എന്നിട്ട് നീ ഇത് അഭിനയിക്കാനും നടക്കാമെന്ന് പറഞ്ഞാൽ ഞങ്ങൾക്ക് വിശ്വാസമില്ല. നിനക്ക് ആരൊക്കെയാണ് ഈ കാര്യങ്ങൾക്ക് കൂട്ടുനിന്നേ എന്ന് പറയും. അങ്ങനെ നിൽക്കുമ്പോൾ നേരത്താണ് നമ്മുടെ ആ വയ്യാണ്ടിരിക്കുന്ന ഒരു വ്യക്തിയുണ്ടല്ലോ, അദ്ദേഹം ഈ പോലീസുകാരോട് പല തെളിവുകളും പറഞ്ഞു. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ വീട്ടിൽ 2 ചെറുപ്പക്കാർ വരാറുണ്ട്. ആ 2 ചെറുപ്പക്കാർ വരണ വിവരങ്ങൾ ദൊരസ്വാമി എന്നോട് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അത് ഞാൻ ദൊരസ്വാമിയോട് പറഞ്ഞിട്ടുമുണ്ട്. അതിന് ശേഷമാണ് ഈ വക കാര്യങ്ങൾ ഉണ്ടായത്. അപ്പോൾ അതുകൊണ്ട് ഈ 2 ചെറുപ്പക്കാരിലേക്ക് ആരെങ്കിലും ഒരാൾക്ക് സഹായം ഇല്ലാണ്ട് ഇവിടെ ഒറ്റയ്ക്ക് ഇത് ചെയ്യില്ല എന്നുള്ളത് പോലീസുകാർക്ക് മനസ്സിലായി. പോലീസുകാർ ആ വഴിക്കായി അന്വേഷണം. എന്ന് വെച്ചാൽ ദൊരസ്വാമി മരിച്ച സമയത്ത് ഈ 2 പേരെ കണ്ടെത്തിയവർ ആ 2 പേരെ മൊബൈൽ ട്രാക്ക് ചെയ്തെന്ന് വെച്ചാൽ ആ സമയത്ത് അവർ ഈ ഭാഗത്ത് അവരെ മൊബൈലുണ്ടോയെന്ന് അറിയാനായിട്ട്. അപ്പോൾ അതിൽ നോക്കിയപ്പോൾ ഒരാളുടെ മൊബൈൽ, അയാൾ ഇവിടെ സ്ഥലത്തില്ല, അയാൾ വേറെ സ്ഥലത്താണ്. അതേ സ്ഥാനത്ത് ഒരാളുടെ മൊബൈൽ ആ നേരത്ത് നോക്കിയപ്പോൾ ഓഫാണ്. ഓഫെന്ന് മാത്രമല്ല, ആ വ്യക്തി ആ വീട്ടിലും ഇല്ല, അയാൾ മിസ്സിംഗ് ആണ്. 2 ദിവസമായിട്ട് അയാളെ കാണാനില്ല. അപ്പോൾ വീട്ടുകാർ പോലീസ് സ്റ്റേഷനിൽ പരാതി കൊടുക്കണം എന്ന് വിചാരിച്ചിരിക്കുന്ന സമയത്താണ് ഈ അന്വേഷണം ചെന്നത്. അപ്പോൾ അയാൾ നാട്ടിലില്ല. ഇവളോട് എത്ര ചോദിച്ചിട്ട് ഇവൾ പറഞ്ഞാൽ പിന്നെ ഇവൾ കഥ മാറ്റിയത് എങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, 3ാമത്തെ കഥ ഇവൾ പറഞ്ഞതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, എനിക്കാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കാമം എന്ന് പറഞ്ഞാൽ അതെനിക്ക് മാറി 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 എനിക്ക് ചെയ്യണം. ഒരു പുരുഷനായിട്ട് ചെയ്ത് കഴിഞ്ഞാലും എനിക്ക് എൻ്റെ കാമം അടക്കാനോ എനിക്കത് മതിയാവാനോ തോന്നില്ല, പിന്നെ എനിക്ക് ചെയ്യണമെന്ന് തോന്നുക. അതുകൊണ്ടാണ് ഞാൻ വേറൊരു ചെറുപ്പക്കാരനെയും കൂടിയിട്ട് ഞാൻ വിളിക്കുന്നത്. അപ്പോൾ അവനും കൂടി വന്നു, എനിക്കിതുപോലെ ദിവസം ഇതുപോലെ ചെയ്ത് ജീവിക്കാനായിട്ട് ഒരു വിവാഹം കഴിച്ചാൽ എനിക്കത് ഇഷ്ടമല്ല. എനിക്കിതുപോലെ ചെയ്ത് എനിക്ക് വീട്ടിൽ സ്വന്തമായിട്ട് ജീവിക്കണം. അതിന് വേണ്ടിയിട്ട് അച്ഛനൊരു തടസ്സമാണ്. എൻ്റെ ആഗ്രഹങ്ങൾക്കും ഞാൻ ഇതിനുള്ള എൻ്റെ ഈ പുരുഷന്മാരോട് വന്നിട്ട് ഞാൻ ചെയ്യുന്ന കാര്യങ്ങൾക്കൊക്കെ അച്ഛൻ വളരെയധികം എന്നെ ദ്രോഹിച്ചു, വളരെയധികം അടിച്ചു. അപ്പോൾ അതുകൊണ്ട് ഞാൻ വിചാരിച്ച ഒരു കാര്യമാണ് അച്ഛനെ കൊല്ലുക. അച്ഛനെ കൊന്നാൽ മാത്രമാണ് എനിക്ക് എൻ്റെ കാമുകന്മാരുടെ കൂടെ ജീവിക്കാൻ പറ്റുള്ളൂ. അതിന് ഞാൻ എന്തുണ്ടായെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, അച്ഛൻ കിടന്ന് ഉറങ്ങുന്ന സമയത്ത് ഞാൻ തന്നെയാണ് ഈ ഇരുമ്പ് പൊടി കൊണ്ട് അച്ഛനെ അടിച്ചത്. കുറേ അടി ഞാൻ തലയ്ക്ക് അടിച്ചു. അത് അടിച്ചു കഴിഞ്ഞിട്ട് അച്ഛൻ മരിച്ചിട്ടില്ല എന്ന് എനിക്കൊരു സംശയം തോന്നിയപ്പോഴാണ് ഞാൻ ഇവിടെ അടുക്കളയിൽ ഇരിക്കുന്ന കത്തി കൊണ്ടുവന്നിട്ട് നെഞ്ഞത്ത് ഇത്രയധികം കുത്തുകുത്തിയത്.
എന്നിട്ട് അതൊക്കെ കഴിഞ്ഞിട്ട് നേരം വെളുത്ത് ഞാൻ ഈ ഓടിയിട്ടതും ആൾക്കാർ പിടിച്ചുകൊണ്ടെത്തിയതും ഇതൊക്കെ ഞാൻ തന്നെ ചെയ്ത നാടകം എന്ന് പറഞ്ഞു. ശരിക്കും നല്ല 4 പെട കിട്ടിയപ്പോൾ ഈ ഹരിത എല്ലാ കാര്യങ്ങളും പോലീസുകാരോട് പറഞ്ഞു. പക്ഷേ പോലീസുകാർക്ക് ഇതിൽ ആരെങ്കിലും ഈ കാമുകന്മാരിൽ ആരെങ്കിലും ഒരാൾ ഇതിൽ ഇൻവോൾവ് ആയിട്ടുണ്ടോ എന്നുള്ളൊരു സംശയം പോലീസുകാർക്ക് വളരെയധികം ഉണ്ട്. പക്ഷേ ഈ കേസ് തീർന്നിട്ടില്ല. ഈ കേസ് ഇപ്പോഴും അന്വേഷണം നടന്നുകൊണ്ടിരിക്കുക. പ്രത്യക്ഷത്തിൽ വേറെ ആരുടെയും ഫിംഗർ പ്രിൻറ്റോ വേറൊരു ആളവിടെ ഇൻവോൾവ് ആയതിൻ്റെയോ യാതൊരു തെളിവും ആ വീട്ടിൽ നിന്ന് കിട്ടിയിട്ടില്ല. പുറത്തുനിന്നും പോലീസിന് കിട്ടിയിട്ടില്ല. പിന്നെ ഈ കാമുകൻ ഒരാൾ മിസ്സായത് എന്താണെന്ന് ഇപ്പോൾ ട്രാക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഈ കാമുകൻ എവിടെയാണെന്നുള്ളത് പോലീസ് അന്വേഷിച്ചുകൊണ്ടിരിക്കുക. ഇവള് പറഞ്ഞ എല്ലാ കാര്യങ്ങളും വെച്ച് ഇവിടെ ഇപ്പോൾ ജയിലിൽ ആക്കിയതിൻ്റെ ഇവിടെ. പക്ഷേ കേസന്വേഷണം പൂർത്തിയായിട്ടില്ല. കേസന്വേഷണം പൂർത്തിയാവണമെങ്കിൽ ഇനി കുറച്ചും കൂടി തെളിവുകൾ അവർക്ക് ശേഖരിക്കേണ്ടതുണ്ട്. അപ്പോൾ ഇവള് പല കഥകളും പറഞ്ഞു. അച്ഛനെ മോശക്കാരനാക്കി, അച്ഛൻ കയറി ചെന്ന് പിടിക്കാൻ വന്നെന്ന് പറഞ്ഞു. ഇതൊക്കെ ഉണ്ടായിട്ടും അച്ഛൻ മകളെ പൊന്നുപോലെ സ്നേഹിച്ച മകള് അച്ഛനെ കൊല്ലാനായിട്ട് ഒരു നിമിഷം നേരം ചിന്തിച്ചാൽ മതി അച്ഛനെ കൊന്നു കളയാന്ന് വെച്ചാൽ അയാൾ തീരുമാനിക്കുന്നു. അപ്പോൾ ഇന്നത്തെ കാലത്ത് അച്ഛനും മക്കളായിട്ടുള്ള ബന്ധം എത്രത്തോളം ഉണ്ടെന്നുള്ളപ്പോൾ നിങ്ങളൊന്ന് മനസ്സിലാക്കിയാൽ മതി. ഇതൊന്നും ഇന്നത്തെ കാലത്ത് ഈ തലമുറയ്ക്ക് ഇതൊന്നും ഒരു വിഷയമല്ല. അച്ഛനമ്മയൊന്നൊരു വിഷയമല്ല. അപ്പോൾ അതിന് നമുക്ക് പറയാനതിലുണ്ടാവുക, നിങ്ങൾ കല്യാണം കഴിക്കുക. നിങ്ങൾ കല്യാണം കഴിച്ചു കഴിഞ്ഞാൽ പിള്ളേരെ വഴിക്ക് വിടുക. അവരെ നമ്മൾ നമ്മുടെ വഴിക്ക് നടത്താൻ നോക്കാണ്ടിരിക്കാൻ നല്ലത്. അങ്ങനെ നടത്താൻ നോക്കിയാൽ നമ്മുടെ ജീവൻ പോലും പോയിന്ന് വരും. അപ്പോൾ ഈ കഥയുടെ യഥാർത്ഥ സംഭവങ്ങളും ഇതിലാരെങ്കിലും ഉൾപ്പെട്ടിട്ടുണ്ടെങ്കിൽ അതൊക്കെ പോലീസ് കണ്ടെത്തട്ടെ. ഈ വീഡിയോ നമുക്ക് ഇവിടെ നിർത്താം. അടുത്ത വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം. അതുവരെ നിങ്ങൾക്ക് എല്ലാവർക്കും നന്ദി, നമസ്കാരം.